ടാറ്റ നെക്സോൺ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മോഡൽ അപേക്ഷിച്ച് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ നമ്മൾ മേജറായിട്ടൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിലെ ഗ്രില്ലാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് കാർസിൻ്റെ ആ ഒരു ലുക്കാണ് വരുന്നത്. ഇലക്ട്രിക് കാർ വരുമ്പോൾ അത് കുറച്ചുകൂടെ ലുക്കിലാണ് ആ ഒരു കാര്യം വരുന്നത്. ആ സെയിം ലുക്കാണ് ഇതിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നോർമൽ രീതിയിൽ അറിയാം നമുക്ക് ഈ ഇലക്ട്രിക് കാറും അതുപോലെ നോർമൽ IC എൻജിൻസിൻ്റെ വരുന്ന കാറെല്ലാം നല്ല ഡിഫറൻസ് ആണ്. പക്ഷേ ഇത് ഏകദേശം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, ഏകദേശം അല്ല ഒരേ പ്ലാറ്റ്ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ കോസ്റ്റ് കട്ടിങ് എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രില്ല് വരുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ ഒരു പാറ്റേൺ ട്രൈ ആരോ പാറ്റേൺ, ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഐസ് ക്യൂബിൻ്റെ ലുക്കിലാണ് ഇതിൻ്റെ ആ ഫോഗ് ലാമ്പ് വരുന്നത്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഒരു ഗ്രില്ലിൽ നേരത്തേക്ക് വരുന്ന ആ ഗ്രില്ലെല്ലാം ഫുൾ അടഞ്ഞേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇലക്ട്രിക് ലുക്ക് വരുന്നതിൻ്റെ കാര്യം. ഈ ഒരു ഗ്രില്ല് ഫുൾ അടഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഈ ഒരു സംഭവം നമുക്ക് വന്നിരുന്നത് വെർണയിലാണ് ഇങ്ങനെ എല്ലാം അടഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ വന്നിരുന്നത്. പക്ഷേ ഈ നെക്സോൺ വന്നപ്പോഴത്തേക്കും ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് 2 പോയിൻറ്റ് സെൻസേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ 2 പോയിൻറ്റ് സെൻസേഴ്സ്, അതുപോലെ 360 ഡിഗ്രി ക്യാമറയാണ് വരുന്നത്. അതാണ് ആ ഫ്രണ്ടിലൊരു ക്യാമറ വരുന്നത്. ഗ്രില്ലിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു പാറ്റേൺസ് ആണ്. ഇവിടെ ഫുള്ള് അത് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എയറോഡൈനാമിക്കലി ഡിസൈൻഡാണ്. കാര്യം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എയറോഡൈനാമിക് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ക്യാമറ, അത് ഡാഷ് ക്യാം അഡീഷണൽ ഫിറ്റിങ്സ് ആണ്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് വരുന്നത്. അത്രേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ടിൽ ഒരു ഡിസൈൻ്റെ കാര്യം പറയുന്നത്. പിന്നെ സൈഡിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 208 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ അതാ ഇവിടെ ഓറിയംസിലാണ് ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു സംഭവം വന്നത്. റൂഫ് റെയിൽസ് വരുമ്പോൾ നോൺ ഫങ്ഷണൽ റൂഫ് റെയിൽസ് ആണ് വരുന്നത്. അതുപോലെ അവിടെ ഒരു ബാറ്റിംഗ് ഉണ്ട്. 50 lakh കാർ. ഇതെന്തടെ 50 ലക്ഷം കാറാ? ഓക്കെ, 50 ലക്ഷം കാർ എത്തിയിട്ടുണ്ട് ടാറ്റ ടോട്ടൽ. 98 തൊട്ട് 2023 വരെ 2023 വരെ ആയപ്പോൾ ഏകദേശം 50 ലക്ഷം കാർ വിറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാർ വിറ്റേക്കുന്നത് 2017 ശേഷം തിയാഗോ ഇറങ്ങുന്ന ആ ഒരു സമയം തൊട്ടാണ് ഈ കാറിൻ്റെ ഒരു പണ്ടത്തെ ഒരു ശനിദശ അങ്ങ് മാറി കിട്ടിയത്. ടയർ വരുമ്പോൾ 215/60 R16 ആണ് വരുന്നത്. അതുപോലെ അലോയ്സ് ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ഈ അലോയ്സ് അത്രത്തോളം എനിക്ക് പിടിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിക്കിൽ വരുന്ന ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തതാണ്. കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ IC എൻജിൻസിന് ഒരു അലോയ്സ്, അതുപോലെ പിന്നെ ഇലക്ട്രിക്കിന് ഒരു അലോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഈ അലോയ്സ് ഫുള്ള് ഒറ്റൊരു സെറ്റാണ് വരുന്നത്. ആ ഒരു സെറ്റ് മാറാതെ വരുന്നത്. റെയർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 4 പോയിൻറ്റ് സെൻസർ കാണാൻ പറ്റത്തില്ല. 2 പോയിൻറ്റ് സെൻസർ തന്നെയാണ് വരുന്നത്. കാര്യം അത്രത്തോളം പവർഫുൾ ആയതുകൊണ്ടാണ് 2 സെൻസേഴ്സ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആകെ വരുന്ന ഒരു ഹാലജൻ്റെ ഒരു തുരുമ്പെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. കാര്യം ഹാലജൻ ഫേസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും LED ആവും. അതുപോലെ ആ റെഡ് കാണുന്ന റിഫ്ലക്ടറാണ് വരുന്നത്. പിന്നെ ഈ കണക്റ്റഡ് ടെയിൽ ലാംപ്സ്, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. കാര്യം ഇതിലും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആയിട്ടുണ്ട്. അതല്ലാതെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. വരുന്നത് നമുക്ക് ആ ഒരു ക്യാമറ അതാ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ കുറച്ച് ആരോഗ്യം ഇടേണ്ടി വരും. കാര്യം ഇവിടെ ഓക്കെ ബൂട്ട് സ്പേസ് ഇതിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഹൂക്സിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. ഏകദേശം 4 ഹൂക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 kg എന്നുള്ള രീതിയിലാണ്. അതുപോലെ ചാർജിങ് സോക്കറ്റ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ അകത്ത് നമ്മൾ അത് കാണിക്കാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാഴ്സൽ ട്രേയുടെ തൊട്ടപ്പുറത്തും ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടാറ്റയുടെ ലോഗോയും ഇവിടെ വരുന്നുണ്ട് ടെയിൽ ലാമ്പിൽ. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 4 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 5 പേരെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഒരു SUV എന്ന് പറയുമ്പോൾ നമുക്ക് എൻട്രി ലെവൽ SUVയിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ലെവലിൽ മിക്ക കാറിലും വരുന്നത് ഫ്ലാറ്റ് ഫ്ലോർ ആയിരിക്കത്തില്ല, ചെറിയൊരു ഹമ്പ് പോലെ കാണാം. അതുപോലെ അവിടെ ഒരു AC വെൻറ്റ് വരുന്നുണ്ട്. AC വെൻറ്റിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ചാർജിങ് C പോർട്ടും അതുപോലെ USB പോർട്ടും വരുന്നുണ്ട്. പിന്നെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്,
സീറ്റിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 3 പേർക്ക് നമുക്ക് 4 പേർക്ക് നന്നായിട്ട് ഇരുന്ന് പോകാം. ലോങ് ജേണി എനിക്ക് തോന്നുന്നില്ല 5 പേരെയും കൊണ്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കൺസേൺ. അതല്ലാതെ ബാക്കിലെല്ലാം കംഫർട്ടാണ്. ബോഡി റോള് നല്ല കുറവായിരിക്കും, കാര്യം സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താന്നാണ് ഇരിക്കുന്നത്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗിയർ നോബൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത് ഏതൊരു കാറിൽ നിന്ന് വന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം അതൊരു പ്രീമിയം കാറിലുണ്ട്. സെയിം ഗിയർ നോബ് പോലെയാണ് വരുന്നത്. അത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഫുൾ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഫ്രണ്ട് 2 സീറ്റും കോ ഡ്രൈവർ സൈഡിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പക്ഷേ മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 2 സീറ്റിലും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ല നേരത്തെ റെയറിലൊരു സംഭവം ഉണ്ടെന്നുള്ളത്. റെയറിലും ഈ ഒരു ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ ബാക്കിലും ഹുക്കുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൂക്കിയിടാം. ഈ അതുപോലെ ആ 2 സൈഡിലും വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് പോക്കറ്റ്സ് മിസ്സിങ് ആണ്. ലാപ്ടോപ്പ് ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങൾ രണ്ടുപേരും IT പ്രൊഫഷണൽസാണ്. ബാക്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു ഈ പറഞ്ഞ പോലെ മാഗസിൻ ഹോൾഡറോ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വയ്ക്കാൻ അങ്ങനെയൊക്കെ നല്ല ഉപകാരപ്രദമായിരിക്കും അവിടെ ഒരു പോക്കറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിൽ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്താണ് അതിനെ പറ്റിയുള്ളത്? അല്ല, ഒന്നാമത്തെ കാര്യം എൻ്റെ പഴയ സ്വിഫ്റ്റിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു കുഞ്ഞു വണ്ടി എന്നുള്ളത് വലിയൊരു വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടത് കുറയ്ക്കാറുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിക് ഡിസൈൻ ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കും. അത് പിന്നെ ഞാനത് കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചില്ല അല്ലേ? ഇല്ല. കാര്യം ഞാൻ നോക്കിയത് നമ്മൾ ഈ ലാപ്ടോപ്പ് വെച്ച് നമ്മൾ പോകുമ്പം ഈ പറയുന്നുള്ള പോത്ത് ഹോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും വണ്ടി ചാടുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് നമ്മൾ സീറ്റ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് തറയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ ഓക്കെ, നമ്മൾ ബാക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല, ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാൻ. പിന്നെ കൂടുതൽ നമ്മൾ കാറിലിരുന്ന് വർക്ക് ചെയ്യാറില്ല, അതാണ് വേറൊരു കാര്യം. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സംഭവം ശ്രദ്ധിച്ചില്ല. ബാക്കിൽ ആൾ കൂടുതൽ കാണാറില്ല. മിക്കവാറും വൈഫും ഈ ഫ്രണ്ടിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല. അപ്പം അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ അതുപോലെ പിന്നെ എന്താണ് ഇതിനകത്തുള്ളൊരു പോരായ്മ? ഇതിനകത്തുള്ളൊരു വേറൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഉള്ളത് ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ ലൈറ്റ് മനസ്സിലായി. ബാക്കിലോട്ട് ഒരു ലൈറ്റും ഇല്ല. അതായത് ഈ ഇതിന്റെ അപ്പർ റൂഫ് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടായിരിക്കും ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് ഒരു റീഡിംഗ് ലൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ഓക്കെ, അത് വേറൊന്നുമല്ല, ഈ ഒരു സൺറൂഫ് വരുന്ന കാരണം ആ ഒരു മേളിലോട്ടൊരു വയറിങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതുപോലെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്. ഇത് ഇവിടെയുണ്ട്. ഫ്രണ്ടിലത്തെ എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ബാക്കിൽ എയർ ബാഗ് ഓഫ് ചെയ്യാൻ പറ്റും. ബാക്കിൽ എയർ ബാഗ് അതാണ് ഈ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ട് എയർ ബാഗും ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് എയർ ബാഗ് പണ്ട് ക്രിസ്റ്റയിൽ 2016 വന്ന സംഭവമാണ് ഫ്രണ്ട് എയർ ബാഗ് ഓഫ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. എയർ ബാഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സേഫ്റ്റി അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാളാണ് ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത്, ഈ എല്ലാ എയർ ബാഗും ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി പാടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ് എല്ലാവരും കയറുന്ന സമയത്ത് അത് ഓണാണെന്നും കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് ഈ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്രണ്ടിലെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. അത് താഴത്തെ ഭാഗത്താണ് കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഭാഗമുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, നമ്മൾ കാറിൻ്റെ RC ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വയ്ക്കുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ടുണ്ട്, നമുക്ക് PDF ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ സെൻട്രൽ കൺസോളിലൊക്കെ ഒരുപാട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ വയർലെസ് ചാർജിങ് സംഭവം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 3 ഡ്രൈവ് ബോർഡ്, സിറ്റി, എക്കോ, സ്പോർട്ട് അങ്ങനെയുള്ള അത് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എടുത്താൽ നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റിൽ വരുന്ന സെയിം മാപ്പ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നുണ്ട്.
അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം നമുക്ക് സൈഡിലോട്ട് നോക്കി നോക്കി വണ്ടി ഓടിക്കേണ്ട ഒരു സംഭവം വരുന്നില്ല. ഈ ഒരു കാറിൽ ഈ സ്റ്റിയറിങ് നല്ല സ്മൂത്താണ്. കാര്യം നമുക്ക് നോർമൽ രീതിയിൽ ഹുണ്ടായിയുടെ കാറിൽ മാത്രമാണ് ആ ഒരു സ്റ്റിയറിങ് നല്ല സ്മൂത്ത്. കാര്യം നമുക്ക് ഈ ഒരു വിരലുണ്ട് സ്റ്റിയറിങ് തിരിക്കുക, ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇതും അതുപോലെയാണ്. പക്ഷേ നോർമൽ രീതിയിൽ ഇലക്ട്രിക് കാർസിൽ വന്നത് 2 സ്പോക്കാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ച് ഓടിക്കാൻ വേണ്ടി ഒരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന്. മീൻസ് ഇലക്ട്രിക് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സ്ക്രീൻ MID ഡിസ്പ്ലേ ആയാലും പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആയാലും ഏകദേശം ഒരേ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ആൻഡ്രോയിഡ് ഫോൺ അവിടെ തിരിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ഐപാഡ് തിരിച്ചു വച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ട് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബോണറ്റിൻ്റെ 2 ഭാഗവും നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എവിടെയാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ആ രീതിയിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ ഓട്ടോ ഡിമ്മിങ് IRVM ആണ് വരുന്നത്. കാര്യം 17 ലക്ഷം രൂപ കൊടുത്തെടുക്കുന്ന വണ്ടിക്ക് അത്രയും ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ അതുപോലെ സൺറൂഫ് ഇവിടെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കുണ്ടിക്കുടിപ്പ് കാണിക്കാൻ നല്ലതാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമുക്ക് ഈ സൺറൂഫ് പതിയെ അടച്ചിടാം, അതാണ് നല്ലത്. കാര്യം നമുക്ക് ഇവിടെ അറിയാമല്ലോ, നല്ല വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ മഴയുള്ള സമയത്തോ പറ്റത്തില്ല. നോർമൽ രീതിയിൽ ഒരു ആവറേജ് ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു സൺറൂഫ് കൊണ്ടുള്ള ഉപയോഗമുള്ളൂ. തുറന്നിട്ട് പോവാം. നോർമൽ രീതിയിൽ സൺറൂഫ് എപ്പോഴും ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. കാര്യം പൊടിയകത്ത് കയറി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും നമ്മളെ കയ്യിൽ നിന്ന് തന്നെ കാശ് കൊടുത്ത് ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ സൺറൂഫ് നമ്മളിവിടെ പറയുന്നില്ല. കാര്യം നോർമൽ രീതിയിൽ ഇപ്പോൾ ഒരു ഫുൾ ഓപ്ഷനിൽ സൺറൂഫ് വരും, അത് നമുക്ക് എടുത്തേ പറ്റും. അതാണ് ഈ ഫുൾ ഓപ്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ നമുക്ക് ഈ സസ്പെൻഷൻ നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ്. എല്ലാ ഹമ്പ് കയറി ഇറങ്ങിയാലും നമുക്ക് അകത്തോട്ട് ആ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ 360 ഡിഗ്രി ക്യാമറ അതുള്ളതുകൊണ്ട് വണ്ടിയുടെ 4 സൈഡും കാണാൻ പറ്റും. എവിടെയൊക്കെ കല്ല് കിടക്കുന്നുണ്ടോ എന്ന് വരെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു അഡ്വൈസ്, ഇതൊരു ഫാമിലി കാറാണ്. അതുപോലെ നമുക്ക് പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 119 bhp ആണ് പവർ വരുന്നത്. അതുപോലെ 170 Nm ടോർക്കും വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് നമ്മൾ നോർമൽ രീതിയിൽ ഒരു ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കാറ് പോകുന്നതായിട്ട് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എൻജിൻ നോയ്സോ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതല്ല, ഹൈവേയിൽ നമ്മൾ നല്ല രീതിയിൽ ആക്സിലേറ്റർ ത്രോട്ടിൽ ചെയ്താൽ മാത്രമാണ് ഈ ഒരു സൗണ്ട് അകത്തേക്ക് വരുന്നത്. ഇൻ കേസ് നമ്മളൊരു മ്യൂസിക്കൊക്കെ ഇട്ട് പോകുന്നെങ്കിൽ അതും അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഫാമിലി ആയിട്ട് നിങ്ങൾ അത്രയും സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം കൺസേൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറിലോട്ട് പോകാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 3XO ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം സോണറ്റ് ഈ കാര്യങ്ങൾ നോക്കാം. പക്ഷേ സോണറ്റിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ട്രിപ്സ് ആയാൽ പോലും നമുക്ക് ബാക്കിൽ വരാനുള്ള അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. കാര്യം ബാക്കിൽ അറിയാം, ഒന്ന് നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. രണ്ടാമത് AC അതിൻ്റെ മിഡിൽ വരുമ്പോഴത്തേക്കും ആ AC ഫുള്ള് മിഡിലിരിക്കുന്ന ആളുടെ നേരെ ആയിരിക്കും അടിക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇരുത്തി കൊണ്ടുപോകാൻ എന്നുള്ളതേ ഉള്ളൂ. 4 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. ഏത് SUV എടുത്താലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത് നോക്കിയെടുക്കുക. ഇപ്പോൾ 4 പേരിൽ കൂടുതൽ 5 പേര് ലോങ് പോകണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി വേണം കാർ എടുക്കാൻ. ഇല്ലാതെ 4 പേർക്ക് കംഫർട്ടായിട്ട് പോകാൻ പറ്റിയൊരു കാറാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.